തൃശ്ശൂരിലെ ATM കവർച്ചാ സംഘം തമിഴ്നാട്ടിൽ പിടിയിലായി. നാമക്കലിൽ നിന്നാണ് സംഘത്തെ തമിഴ്നാട് പോലീസ് പിടികൂടിയത്. പോലീസുമായുള്ള ഏറ്റുമുട്ടലിൽ കവർച്ചാ സംഘത്തിലെ ഒരാൾ കൊല്ലപ്പെട്ടു, ഒരാൾക്ക് കാലിൽ വെടിയേറ്റു. പ്രതികളിൽ നിന്ന് തോക്കും കണ്ടെടുത്തു. കണ്ടെയ്നർ ലോറിയിൽ രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിനിടയിലാണ് സംഘം പിടിയിലായത്. കുട്ടികളെ ഇടിച്ചിടാൻ ശ്രമിക്കുന്നതിനിടെ നാട്ടുകാർ വാഹനം തടഞ്ഞു നിർത്തുകയായിരുന്നു. കണ്ടെയ്നർ ഉള്ളിൽ നിന്ന് ATM തകർത്ത സമയത്ത് ഉപയോഗിച്ച കാറും കണ്ടെത്തി. രാജസ്ഥാനിൽ നിന്നുള്ള കൊള്ളസംഘം സഞ്ചരിച്ച കണ്ടെയ്നറിന്റെ ദൃശ്യങ്ങൾ 24 ലഭിച്ചു. ആ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകരിലേക്ക് എത്തുന്നത്. സൂരജ് സജി തൃശ്ശൂരിൽ നിന്നും, മുഹമ്മദ് റഹീസ് ചെന്നൈയിൽ നിന്നും വിവരങ്ങൾ നൽകും. സൂരജ്, ഏറ്റുമുട്ടലിന്റെ കൂടുതൽ വിവരങ്ങൾ ലഭ്യമായിട്ടുണ്ടല്ലോ. ഇപ്പോൾ കൊള്ളസംഘത്തിലെ ഒരാൾ കൊല്ലപ്പെട്ടു, ഒരാൾക്ക് ഗുരുതരമായ പരിക്കേറ്റു, ഒരു പോലീസ് ഉദ്യോഗസ്ഥന് കുത്തേറ്റു. ഈ സംഘത്തിൽ നിന്ന് നമുക്കറിയേണ്ടത്, ഇതിൽ ഉണ്ടായിരുന്ന മുഴുവൻ പേരെയും ഈ ഏറ്റുമുട്ടലിനിടയിൽ പിടികൂടാൻ തമിഴ്നാട് പോലീസിന് കഴിഞ്ഞിട്ടുണ്ടല്ലോ അല്ലേ? വിജയകുമാർ, ഈ സംഘത്തിലുണ്ടായിരുന്ന എല്ലാവരെയും തന്നെ തമിഴ്നാട് പോലീസിന്റെ പിടിയിലായിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ കവർച്ച നടത്തിയതിന് ശേഷം സംഘം ഇവിടെ നിന്ന് കടന്നു കളഞ്ഞത് ഈ കാറിലായിരുന്നു. പ്രധാനമായും ഈ 3 ATM കൗണ്ടറുകളിലും എത്തി ATM പൊളിച്ചതിന് ശേഷം ഇവർ ഈ കവർച്ച നടത്തുന്നു. അതിനുശേഷം ഈ കേരള അതിർത്തി വരെ ഇവർ ഈ ദൃശ്യങ്ങളിൽ കാണുന്ന അതേ കാറിൽ, ആദ്യം നമ്മൾ ഈ CCTV ദൃശ്യങ്ങൾ രാവിലെ പുറത്തുവിട്ടതാണ്, കേരള അതിർത്തി വരെ ഈ കാറിൽ സഞ്ചരിക്കുന്നു. അതിനുശേഷമാണ് ഈ കാർ കണ്ടെയ്നറിനകത്തേക്ക് കയറ്റിയത്. കണ്ടെയ്നറിനകത്ത് കയറ്റി അവർ അതിൽ യാത്ര തുടരുകയായിരുന്നു. ഇതിനിടയിലാണ് ഈ തൃശ്ശൂർ പോലീസ് ഇത് സംബന്ധിച്ചുള്ള ഒരു വിവരം തമിഴ്നാട് പോലീസിന് കൈമാറുന്നത്. ഇങ്ങനെ കേരളത്തിൽ ഒരു ATM കവർച്ച നടത്തിയ ശേഷം ഒരു സംഘം ഇവിടെ നിന്ന് പുറപ്പെട്ടിട്ടുണ്ട്. സ്വാഭാവികമായും അവർ കണ്ടെയ്നറാണ് ഉപയോഗിക്കുക എന്നൊരു നിർദ്ദേശം അല്ലെങ്കിൽ ഒരു ജാഗ്രത ഈ തമിഴ്നാട് പോലീസിന് നൽകിയിരുന്നു. ഇതിന്റെ ഭാഗമായിക്കൊണ്ടാണ് നാമക്കല്ലിനും ഈറോഡിനും ഇടയിൽ തമിഴ്നാട് പോലീസിന്റെ വാഹന പരിശോധന നടത്തിയത്. പക്ഷേ തമിഴ്നാട് പോലീസിന്റെ വാഹന പരിശോധനയുടെ ഭാഗമായി ഈ കണ്ടെയ്നർ ലോറിക്ക് കൈ കാണിക്കുന്നു. പക്ഷേ ഇവർ ഈ ലോറി നിർത്താതെ മുന്നോട്ട് പോവുകയായിരുന്നു. ഇതിനിടയിൽ ഒരു ബൈക്ക് ആദ്യഘട്ടത്തിൽ ഇടിച്ചിടുന്നു. പിന്നീട് മറ്റൊരു ബൈക്കും ചില വാഹനങ്ങളും ഈ വാഹനം ഇടിച്ചു തെറിപ്പിച്ചു, കണ്ടെയ്നർ ഇടിച്ചു തെറിപ്പിച്ചു എന്നുള്ളതാണ് പറയുന്നത്. സ്കൂൾ കുട്ടികളെ അടക്കം ഇടിച്ചു തെറിപ്പിക്കാനുള്ള ഒരു ശ്രമം ഉണ്ടായതോടുകൂടിയാണ് നാട്ടുകാരുടെ നേതൃത്വത്തിൽ ആ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ ഈ ലോറി തടഞ്ഞിടുന്നത്. ഇതോടുകൂടി നാട്ടുകാരും ഈ ലോറി ഓടിച്ചിരുന്ന കണ്ടെയ്നർ ലോറി ഓടിച്ചവരും തമ്മിൽ വാക്കുതർക്കമുണ്ടാകുന്നു, കയ്യാങ്കളിയിലേക്ക് നീങ്ങുന്നു. ഇതറിഞ്ഞ് തൊട്ടു പിന്നാലെ പോലീസ് എത്തുന്നു. പോലീസ് എത്തുന്ന സമയത്ത് പോലീസിന് നേരെ ഇവർ ആയുധം ഉപയോഗിച്ചുകൊണ്ട് പോലീസിന് നേരെ തിരിയുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. പോലീസും ഇവരും മുഖാമുഖം നിന്നുകൊണ്ട് ഏറ്റുമുട്ടുന്ന ഒരു സാഹചര്യമുണ്ടായി. അങ്ങനെയാണ് പോലീസ് സ്വയരക്ഷാർത്ഥം വെടിയുതിർക്കുന്നു. അതിൽ ഒരാൾക്ക് ഗുരുതരമായി പരിക്കേൽക്കുകയും പിന്നീട് അവിടെ വെച്ച് തന്നെ മരിക്കുകയും ചെയ്യുകയായിരുന്നു. മറ്റൊരാളുടെ കാലിനാണ് വെടിയേറ്റത് എന്നുള്ളതാണ് പറയുന്നത്. ഒരു പോലീസ് ഉദ്യോഗസ്ഥനും ഈ ആക്രമണത്തിൽ പരിക്കേറ്റിട്ടുണ്ട്. ഈ പരിക്കേറ്റ 2 പേര്, അതായത് ഈ കവർച്ചാ സംഘത്തിൽ ഉൾപ്പെട്ട ഒരാളെയും അതുപോലെ തന്നെ പോലീസുകാരനെയും ഇതിനോടകം തന്നെ ആശുപത്രിയിലേക്ക് മാറ്റി. വെടിയേറ്റു മരിച്ച ആളെയും ആശുപത്രിയിലേക്ക് മാറ്റി. പിന്നീട് നാട്ടുകാരും പോലീസും ചേർന്ന് ഒരുപോലെ പ്രയാസപ്പെട്ടാണ് ഈ ബാക്കിയുണ്ടായിരുന്ന കവർച്ചാ സംഘത്തിലെ ആളുകളെ മുഴുവൻ കീഴ്പ്പെടുത്തുന്നു. ആ സമയത്ത് നാട്ടുകാർ വലിയ രീതിയിൽ ഈ കവർച്ചാ സംഘത്തിൽ ഉണ്ടായിരുന്നവരെ മർദ്ദിക്കുന്നതിന്റെ അടക്കം ദൃശ്യങ്ങൾ ഇതിനോടകം തന്നെ പുറത്തു വന്നിട്ടുണ്ട്. അങ്ങനെ അവർക്കും പരിക്കേറ്റ ഒരു സാഹചര്യമുണ്ട്. ഇവരെ എല്ലാവരെയും ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. എന്തായാലും പിന്നീടായിരിക്കും ഇത് സംബന്ധിച്ചുള്ള ചോദ്യം ചെയ്യലിലേക്ക് കടക്കുക. പിന്നീട് ഈ കണ്ടെയ്നർ തുറന്നു നടത്തിയ പരിശോധനയിലാണ് ഈ കണ്ടെയ്നറിനകത്ത് ഈ കാറ് ഒളിപ്പിച്ച നിലയിൽ, കണ്ടെയ്നറിനകത്ത് കയറ്റിയ നിലയിൽ കാണുന്നത്. അത് ഇവിടെ കവർച്ച നടത്തിയ കാറാണെന്നുള്ളത് തൃശ്ശൂർ പോലീസ് ജില്ലാ പോലീസ് മേധാവിയും സ്ഥിരീകരിക്കുകയുണ്ടായി. അവിടെ നിന്ന് ദൃശ്യങ്ങളടക്കം അയച്ചു കൊടുത്തുകൊണ്ട് ഇവിടുത്തെ പോലീസിന്റെ ഭാഗത്തു നിന്നുള്ള ക്ലിയറൻസ് കേരള പോലീസ് സംഘം നാമക്കലിലേക്ക് തിരിച്ചിട്ടുണ്ടോ? ഈ പ്രതികളെ കസ്റ്റഡിയിൽ എടുക്കേണ്ടത് കേരള പോലീസ് ആണല്ലോ. അപ്പോൾ കേരള പോലീസ് സംഘം അവിടേക്ക് പോയിട്ടുണ്ടോ? അതിന്റെ വിവരങ്ങൾ, കേരള പോലീസിന്റെ അടുത്ത നീക്കം, അതിന്റെ വിവരങ്ങൾ ലഭ്യമായിട്ടുണ്ടോ? വിജയകുമാർ, കേരള പോലീസിന്റെ സംഘം, തൃശ്ശൂരിൽ നിന്നുള്ള പോലീസ് സംഘം ഇതിനോടകം തന്നെ നാമക്കലിലേക്ക് യാത്ര തിരിച്ചു എന്നുള്ളതാണ് നമുക്ക് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. അവർ ഇവിടെ നിന്ന് യാത്ര തിരിച്ചിട്ട് അല്പസമയമായി. പക്ഷേ ഇവരെ കസ്റ്റഡിയിലെടുക്കാൻ ഉടനെ കഴിയുമോ എന്ന് സംബന്ധിച്ച് ചില ആശങ്കകൾ അത് നമ്മൾ ഇവിടുത്തെ പോലീസുമായി സംസാരിക്കുമ്പോൾ, കേരള പോലീസുമായി സംസാരിക്കുമ്പോൾ അവർ പറയുന്നുണ്ട്. കാരണം അവിടെ ഒരു പോലീസുകാരനെ ആക്രമിച്ചതിന്റെ കേസ് അവരുടെ മേൽ നിലനിൽക്കുകയാണ്. അതിനിടയിൽ ഒരു ഏറ്റുമുട്ടൽ ഉണ്ടായിരിക്കുന്നു, ഒരാൾ കൊല്ലപ്പെട്ടിരിക്കുന്നു, ഒരാൾക്ക് ഗുരുതരമായി വെടിയേറ്റ് ചികിത്സയിലുമാണ്. അങ്ങനെ ഇരിക്കെ ഈ പ്രതികളെ ഉടനെ തന്നെ കസ്റ്റഡിയിലെടുക്കുക എന്ന് പറഞ്ഞാൽ അസാധ്യമായിരിക്കും. എന്നാൽ പോലും ഈ ATM കവർച്ചയെ സംബന്ധിച്ചുള്ള പ്രാഥമിക വിവരങ്ങൾ തേടുക എന്നുള്ളതാണ് പോലീസിനെ സംബന്ധിച്ച് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടുള്ള കാര്യം. അതുകൊണ്ട് തന്നെ കേരളത്തിൽ നിന്നെത്തുന്ന സംഘം ഈ കവർച്ച എങ്ങനെയായിരുന്നു, കവർച്ച നടത്തി ഇവരെങ്ങനെയായിരുന്നു രക്ഷപ്പെട്ടത് എന്നടക്കമുള്ള പ്രാഥമിക വിവരശേഖരണം നടത്തും. അതിനുശേഷം ഈ തമിഴ്നാട് പോലീസിന്റെ ഭാഗത്തു നിന്നുള്ള നിയമ നടപടികൾ പൂർത്തിയാക്കിയതിനു ശേഷം ദിവസങ്ങളുടെ ഇടവേളകൾക്ക്, അതായത് ദിവസങ്ങൾ വേണ്ടിവരും ഇനി ഇവരെ കസ്റ്റഡിയിൽ കിട്ടണം എങ്കിൽ എന്നാണ് നമ്മൾ സിറ്റി പോലീസ് കമ്മീഷണറുമായി എല്ലാം സംസാരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പക്ഷേ അതിലുപരി ഈ കവർച്ചാ സംഘത്തിന്റെ ഓപ്പറേഷൻ മോഡ്
ഓഫ് ഓപ്പറേഷൻ വലിയ രീതിയിൽ ഈ പ്രൊഫഷണൽ രീതിയിലായിരുന്നു. അത് തന്നെയാണ് ഇവരെ പിടികൂടുന്നതിലേക്ക് അല്ലെങ്കിൽ ഈ ദ്രുതഗതിയിൽ പിടിയിലാകുന്നതിലേക്ക് നയിച്ചത് എന്നുള്ളതാണ് സിറ്റി പോലീസ് കമ്മീഷണർ പറയുന്നത്. 2021 കണ്ണൂരിൽ സമാനമായ ഒരു കുറ്റകൃത്യം നടന്നിരുന്നു. അന്ന് പോലീസിന് ഇത് സംബന്ധിച്ച സന്ദേശം ലഭിക്കുന്ന 5 മണിക്കൂറിന് ഇപ്പുറമാണ്. അപ്പോഴേക്കും ഈ പ്രതികൾ സംസ്ഥാനം വിട്ടിരുന്നു. പക്ഷേ ഇവിടെ ദ്രുതഗതിയിൽ പോലീസിന് മെസ്സേജ് ലഭിക്കുന്നു. പക്ഷേ അപ്പോഴും ഇവർ സംസ്ഥാനം വിടാനുള്ള സാധ്യതയുണ്ട് എന്ന തരത്തിൽ പോലീസിന് മനസ്സിലാക്കിക്കൊണ്ട് പോലീസ് നൽകിയ ജാഗ്രതാ നിർദ്ദേശം, ആ ജാഗ്രതാ നിർദ്ദേശത്തെ തുടർന്ന് നടത്തിയ വാഹന പരിശോധനയ്ക്കൊടുവിൽ പ്രതികൾ പിടിയിലാകുന്ന സമയത്ത് അതിലെ ഒരു കവർച്ചക്കാരൻ മരിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട. ശരി സൂരജ് തുടരുക. മുഹമ്മദ് റഹീസ് കൂടി ചെന്നൈയിൽ നിന്ന് വിവരങ്ങൾ നൽകും. റഹീസ്, ഈ തമിഴ്നാട് പോലീസ് എന്തെങ്കിലും ഔദ്യോഗികമായി അറിയിക്കുന്നുണ്ടോ? ഈ കവർച്ചാ സംഘത്തിൽ ഒരാൾ കൊല്ലപ്പെട്ടു, മറ്റൊരാൾക്ക് വെടിയേറ്റിട്ടുണ്ട്, 2 പോലീസുകാർക്ക് പരിക്കേറ്റു, അതിൽ ഒരാൾക്ക് കുത്തേറ്റിരിക്കുകയാണ്. ഒരു ഔദ്യോഗിക പ്രതികരണം, ഒരു വാർത്താക്കുറിപ്പോ വിശദീകരണമോ ഈ തമിഴ്നാട് പോലീസിൽ നിന്നുണ്ടായിട്ടുണ്ടോ ഈ വിഷയത്തിൽ? വിജയകുമാർ, നമ്മൾ നാമക്കൽ എസ് പിയുമായി അല്പസമയം മുമ്പ് സംസാരിക്കുകയുണ്ടായി. അദ്ദേഹം കേസ് ഈസ് ഓൺ ഇൻവെസ്റ്റിഗേഷൻ എന്ന ഒറ്റ വരി മാത്രമാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. അതായത് പ്രധാനമായും ഈ വാഹനത്തിൽ നിന്നും ആയുധങ്ങൾ പിടികൂടിയിട്ടുണ്ട് എന്നുള്ള കാര്യം സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഒരു തോക്ക് ഈ വാഹനത്തിലുണ്ടായിരുന്നു. ഈ നാട്ടുകാർക്ക് നേരെ ഈ വാഹനത്തിലുണ്ടായിരുന്ന പ്രതികൾ, ATM കവർച്ച കേസിലെ പ്രതികൾ തോക്ക് ഉപയോഗിക്കാൻ ശ്രമിച്ചു എന്നുള്ള ഒരു വിവരം കൂടി ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇവർ വളരെ വേഗം തന്നെ പോലീസിനെ ഇക്കാര്യം അറിയിച്ചത്. ഓർക്കുക, പല ചെക്കിങ്ങുകളും കഴിഞ്ഞാണ് ഈ വാഹനം, ഈ ട്രക്ക് ഈ ഒരു സ്ഥലത്തേക്ക് എത്തുന്നത്. ഇത് അമിത വേഗത്തിലാവുകയും ഒപ്പം തന്നെ വാഹനങ്ങൾ ഇടിച്ചു തെറിപ്പിക്കുകയും ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ പരിഭ്രാന്തരായ നാട്ടുകാരാണ് വിവരം പോലീസിൽ അറിയിക്കുകയും ഇത് പോലീസ് ഗൗരവമായി എടുക്കുകയും ചെയ്തത്. ആന്ധ്രാപ്രദേശിലെ കടപ്പയിൽ ATM തട്ടിപ്പുണ്ടായിരുന്നു. ഒപ്പം തന്നെ തമിഴ്നാടിൻ്റെ വിവിധ മേഖലകളിൽ നേരത്തെ ATM തട്ടിപ്പുണ്ടായിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ നൈറ്റ് പെട്രോളിംഗ് ഒക്കെയും ശക്തമാക്കിയിരുന്നു. അതിർത്തി മേഖലകളിലെ സുരക്ഷ ഒപ്പം തന്നെ ഈ പരിശോധന ഒക്കെയും ശക്തമാക്കുകയായിരുന്നു പോലീസ് ചെയ്തിരുന്നത്. അതിന് പിന്നാലെയാണ് തൃശ്ശൂരിൽ നിന്നും പണം തട്ടിയ ATM സംഘം ഇപ്പോൾ തമിഴ്നാട്ടിലേക്ക് എത്തിയിരിക്കുന്നത്. എന്നാൽ രാവിലെ നടന്ന ചെക്കിങ്ങുകളിലൊന്നും ഈ സംഘത്തിനെ തമിഴ്നാട് പോലീസിന് പിടികൂടാൻ കഴിഞ്ഞില്ല. മറിച്ച് ഒരു ആക്സിഡന്റും ഒപ്പം തന്നെ പ്രധാനമായും റോഡ് സൈഡിൽ ഉണ്ടായിരുന്ന 4 കുട്ടികളെ ഈ വാഹനം ഇടിച്ചു തെറിപ്പിക്കാൻ ശ്രമിച്ചു എന്നുള്ളതാണ്. അവിടെ നിന്ന് നാട്ടുകാരാണ് ബഹളം വയ്ക്കുകയും ഒപ്പം തന്നെ പോലീസിനെ വിവരം അറിയിക്കുകയും ചെയ്തത്. അതിൻ്റെ ഭാഗത്തിൽ പോലീസ് ഈ വാഹനം ചേസ് ചെയ്ത് പിടിക്കുന്നു. അതിനിടയിൽ പ്രതികൾ ഈ വാഹനത്തിൽ നിന്ന് ഇറങ്ങുന്നു. പോലീസിനെ കത്തികൊണ്ട് കുത്തി പരിക്കേൽപ്പിക്കുന്നു. അതിനിടയിലാണ് ഒരാളെ വെടിവെച്ച് കൊന്നത് എന്നാണ്. ഇവരൊക്കെയും രാജസ്ഥാൻ സ്വദേശികളാണ് എന്നുള്ള സ്ഥിരീകരിക്കാത്ത വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. രാജസ്ഥാൻ സ്വദേശികളായിട്ടുള്ളവരാണ് ഈ വാഹനത്തിൽ ഉണ്ടായിരുന്നത് എന്ന് പറയുന്നു. ശേഷം അപ്പോഴും ഇത് ATM റോബറിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു സംഘമാണ് എന്ന് പോലീസിന് കൃത്യമായിട്ടുള്ള ധാരണ ഉണ്ടായിരുന്നില്ല. അതിനുശേഷം കണ്ടെയ്നർ പരിശോധിക്കുന്നതിനിടയിൽ അതിനകത്തു നിന്ന് ഈ വെള്ള കാർ ലഭിക്കുന്നു. ഇന്നലെ വൈകിട്ട് മുതൽ തന്നെ പോലീസ് ഈ വെള്ള കാറിന് വേണ്ടി തെരച്ചിൽ നടത്തിയിട്ടുണ്ടായിരുന്നു. തമിഴ്നാട്ടിലെ 8 ജില്ലകളിലടക്കം ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള നിർദ്ദേശം നൽകിയിരുന്നു. അലേർട്ട് ആകണമെന്നുള്ള നിർദ്ദേശം, വാഹന പരിശോധന നടത്തണമെന്നുള്ള നിർദ്ദേശം, അങ്ങനെ കൃത്യമായുള്ള നിർദ്ദേശം പോലീസിന് ലഭിച്ചിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ പരിശോധനകളൊക്കെ നടത്തുമ്പോഴാണ് ഈ കവർച്ചാ സംഘം വളരെ ബുദ്ധി ഉപയോഗിച്ചുകൊണ്ട് അത് മറ്റൊരു കണ്ടെയ്നറിലേക്ക് ഈ കാർ മാറ്റി ആ കണ്ടെയ്നറിൽ യാത്ര ചെയ്തുകൊണ്ടിരുന്നത്. അങ്ങനെ ഈ ട്രക്ക് തുറക്കുന്ന സമയത്ത്, ഇതിൻ്റെ ബാക്ക് തുറക്കുന്ന സമയത്താണ് ഇങ്ങനെ ഒരു കാർ ഇതിനകത്തുണ്ട് എന്ന് പോലീസിന് മനസ്സിലായത്. ആദ്യഘട്ടത്തിൽ അതിൽ ഒരു വിവരം കൂടി ഇപ്പോഴുള്ളത് ATM-ൽ തട്ടിയെടുത്ത ഏതാണ്ട് 65 ലക്ഷത്തോളം രൂപ ഇവരിൽ നിന്ന് പിടിച്ചെടുത്തു എന്നൊരു വിവരം കൂടി ഇപ്പോൾ വരുന്നുണ്ട്. ഈ വെള്ളിയാഴ്ച പുലർച്ചെയാണ് ഈ ATM-കൾ തകർത്ത് മോഷണമുണ്ടായത്. അത് മാപ്രാണം, കോലഴി, ഷൊർണൂർ റോഡ് എന്നിവിടങ്ങളിലെ ATM-കളിൽ നിന്നാണ് പണം അത്രയും പോയത്. അപ്പോൾ അതിൻ്റെ വിവരങ്ങൾ കൂടി ഇപ്പോൾ വരുന്നുണ്ട്. ഈ നഷ്ടപ്പെട്ട പണം കണ്ടെത്തിയിട്ടുണ്ട്. മാപ്രാണത്ത് നിന്ന് 30 ലക്ഷവും കോലഴിയിൽ നിന്ന് 25 ലക്ഷവും ഷൊർണൂർ റോഡിലെ ATM-ൽ നിന്ന് 9.5 ലക്ഷവുമാണ് കവർന്നത്. ആ പണം ഇവരിൽ നിന്ന് കണ്ടെടുത്തു എന്ന വിവരം കൂടി വരുന്നുണ്ട്. പോലീസ് അന്വേഷണം കുറെ കൂടി ഊർജിതമാക്കിയിട്ടുണ്ട്. എന്തെങ്കിലും ഗ്രൗണ്ട് സപ്പോർട്ട് ഈ കൊള്ള സംഘത്തിന് കിട്ടിയിട്ടുണ്ടോ എന്നതടക്കം അന്വേഷണ പരിധിയിലുണ്ട്. കേരള പോലീസ് സംഘം നാമക്കലിലേക്ക് പോയിട്ടുണ്ട്. പ്രതികളെ കൂടുതൽ ചോദ്യം ചെയ്യും.